എല്ലാവർക്കും ishoot ഫോട്ടോഗ്രാഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലെൻസും ക്യാമറയൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മളൊരു ട്രൈപോഡ് വാങ്ങുമ്പോഴാണ്. നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറകളും ലെൻസുകളൊക്കെ വാങ്ങുമ്പോൾ ട്രൈപോഡ് സാധാരണ വില കുറഞ്ഞ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വെയിറ്റ് കുറഞ്ഞ സാധനമാണ് നമ്മൾ വാങ്ങാറ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് നമ്മൾ ട്രൈപോഡ്. കാരണം ട്രൈപോഡ് നമ്മുടെ ഫോട്ടോ വീഡിയോ ക്വാളിറ്റിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നമുക്ക് ക്യാമറ നമുക്ക് പലപ്പോഴും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ മാക്സിമം 2 വർഷം ഒരു ക്യാമറ വാങ്ങിക്കഴിഞ്ഞ് 1-2 വർഷത്തിനുള്ളിൽ നമ്മൾ ക്യാമറ അപ്ഡേറ്റ് ചെയ്യണം. പുതിയ ലെൻസുകൾ ഇറങ്ങും, പുതിയ ഫാസ്റ്റായിട്ടുള്ള ലെൻസുകൾ ഇറങ്ങും. ഈ ലെൻസുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ പല കംപ്ലയിൻസും വരും. പക്ഷേ ട്രൈപോഡ് നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ട്രൈപോഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം. നല്ല ക്വാളിറ്റിയുള്ള ട്രൈപോഡ് നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോയും വീഡിയോയും എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈഫ് ലോങ് ഒരു പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ 3 തരത്തിലുള്ള ട്രൈപോഡുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വാൻഗാർഡ് എന്ന കമ്പനിയുടെ ട്രൈപോഡാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. വാൻഗാർഡ് കമ്പനിയിലെ ട്രൈപോഡ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ സാധാരണ ഉപയോഗിച്ചിരുന്നത് മാൻഫ്രോട്ടോ എന്ന് പറഞ്ഞ ട്രൈപോഡാണ്. അതിൽ എനിക്ക് പറ്റാത്ത ഒരുപാട് ന്യൂനതകൾ ഈ വാൻഗാർഡിൻ്റെ ട്രൈപോഡ് പരിഹരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ രസം. കാരണം ഞാൻ ട്രൈപോഡ് വാങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ കാര്യം, ഞാൻ വാൻഗാർഡിൻ്റെ ട്രൈപോഡ് വാങ്ങുമ്പോൾ ഒരു ട്രൈപോഡ് വാങ്ങി. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു മോണോപോഡ് ആവശ്യമുണ്ടായപ്പോൾ ഞാനൊരു 5000 രൂപ കൊടുത്തിട്ട് മോണോപോഡ് വാങ്ങി. ട്രൈപോഡും മോണോപോഡും കൂടി ഏകദേശം തന്നെ 30,000 രൂപയോളം എക്സ്പെൻസീവായി. പക്ഷേ വാൻഗാർഡിന് ഞാൻ എടുത്ത് നോക്കുമ്പോൾ സ്വിച്ചുകൾക്കും അതിൻ്റെ ഗിയറിൻ്റെ ക്വാളിറ്റിയിലേക്ക് ഞാൻ വരാം. അതിനുമുമ്പ് ഞാൻ ഫസ്റ്റായിട്ടുള്ള ആദ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടൊരു സംഭവം പറയുകയാണ്. ഈ ട്രൈപോഡ് വാങ്ങുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഫീൽ ചെയ്തൊരു സംഭവം, ട്രൈപോഡ് നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്കൊരു മോണോപോഡും കൂടെ നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ ഈ ട്രൈപോഡിൻ്റെ ഒരു ലെഗ് നമുക്ക് ലൂസാക്കി എടുത്താൽ നമുക്ക് എപ്പോഴാണ് ആ മോണോപോഡ് ആവശ്യമുള്ള സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഈ മോണോപോഡ് നമുക്കിതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ പറ്റും. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഞാൻ ഒരു മാൻഫ്രോട്ടോൻ്റെ മോണോപോഡ് വാങ്ങിയതിനേക്കാളും കൂടുതൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഉപയോഗിക്കാനുള്ളത് ഇത് നമുക്ക് മോണോപോഡ് ആക്കാം, ട്രൈപോഡ് ആക്കാം എന്നുള്ളത് ഒരു ബെറ്റർ ആയിട്ടുള്ള സംഭവമാണ്. കാരണം നമ്മൾ രണ്ടും സെപ്പറേറ്റ് കൊണ്ടുപോയി ഒന്ന് കളഞ്ഞു പോയി അല്ലെങ്കിൽ ഒന്ന് വീണ് പോയി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ഈ രണ്ടും കൂടെ നമുക്കൊരു 2-in-1 ട്രൈപോഡ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് പറ്റും. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന മറ്റ് ട്രൈപോഡുകൾ എൻ്റെ കയ്യിലുണ്ട്. ഈ ട്രൈപോഡിൻ്റെ ആദ്യമുള്ളൊരു ഡിഫറൻറ്റ് എന്ന് വെച്ചാൽ ബോഡി, ഈ ട്രൈപോഡിൻ്റെ ലെഗ്സൊക്കെ ഒരേപോലെ തന്നെയാണ് വരുന്നത്, കോളങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഈ ഹെഡാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ വാൻഗാർഡിൻ്റെ VEO 3+263 AP എന്ന് പറയുന്ന ഒരു ഹെഡാണ്. AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ ഹെഡാണ് ഇതിന് വരുന്നത്. പാൻ ഹെഡ് നമുക്ക് സാധാരണ നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് പല രീതിയിലും ഈ രീതിയിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റും. അതിന് പുറത്ത് തന്നെ നമുക്കൊരു സ്പിരിറ്റ് ലെവൽ നോക്കാൻ വേണ്ടിയിട്ടുള്ള, നമുക്ക് നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ സ്പിരിറ്റ് ലെവൽ നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ വരുന്നുണ്ട്. അതിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ക്യാമറ ടിൽറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ രണ്ടാമത് വരുന്നത് താഴെ തന്നെയാണ്, ഇങ്ങനെ ടിൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്കിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏത് രീതിയിലും വീഡിയോ ടിൽറ്റ് ചെയ്യാൻ ആവശ്യമായ രീതിയിൽ നമുക്ക് ആവശ്യമുള്ളത്ര ടൈറ്റ് ചെയ്തിട്ട് നമുക്കിത് 2 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇത് ടൈറ്റ് ആക്കുന്നതും ഓഫ് ആക്കുന്നതൊക്കെ, മനസ്സിലായോ? അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും താഴ്ത്തിയിട്ടും ഉയർത്തിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് മാൻഫ്രോട്ടോനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ക്വാളിറ്റി ആയിട്ട് തോന്നിയൊരു സംഭവം നമ്മുടെ ഈ സെൻട്രൽ കോളം ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത് മാൻഫ്രോട്ടോയിലും വരുന്നുണ്ട്, ഞാൻ വാങ്ങിയാലും വരുന്നുണ്ടെങ്കിലും അത് വളരെ ഹാർഡായിട്ടുള്ള രീതിയിൽ നമ്മൾ പിടിച്ച് പൊക്കിയിട്ട് ഒരു വീണ പോലത്തൊക്കെ ഒരു റഫായിട്ടുള്ളൊരു ഇതാണ് വരുന്നത്, റഫായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് വരുന്നത്. പക്ഷേ ഇതിലാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിലൊരു സ്വിച്ചൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പതുക്കെ നീക്കിയിട്ട് നമുക്ക് നമ്മുടെ സെൻട്രൽ കോളം നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ക്യാമറ വെച്ചിട്ട് നമുക്ക് ഏത് രീതിയിലും മാൻഫ്രോട്ടോനെ അപേക്ഷിച്ചിട്ട് അതിൽ ഒറ്റ ഹൊറിസോണ്ടലായിട്ടുള്ളൊരു സെറ്റപ്പ് മാത്രമേ പറ്റുള്ളൂ. ഇത് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് കണ്ടോ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലൊരു ക്യാമറ വെക്കാം. പിന്നെ ബാഗിൽ എക്സ്ട്രാ ഒരു മൗണ്ട് വരുന്നുണ്ട്. നമുക്ക് ട്രൈപോഡ് ഇവിടെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ നമുക്ക് ഒരു
ഇവിടെ ഒരു എക്സ്ട്രാ ക്യാമറ. അപ്പോൾ നമുക്കൊരു ടെലിയും വൈഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടെലി ലെൻസ് ഒന്നിൻ്റെ മുകളിലും വൈഡ് ലെൻസ് ഒന്നിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് 2 ക്യാമറനെ ഒരുമിച്ച് ഒറ്റ ട്രൈപോഡിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മൾ ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ സ്ക്രീനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നമുക്ക് ക്യാമറ ഇതിൻ്റെ മുകളിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ നമുക്ക് സ്ക്രീൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ടും നമുക്ക് ഒരേ ട്രൈപോഡിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ VEO സെലക്ട് 3+ 263 AP നമുക്ക് പാൻ ഹെഡ് പറ്റും, പാൻ ഹെഡ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്ക്രീനോ എക്സ്ട്രാ ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള ഒരു മൗണ്ട് വരുന്നുണ്ട്. ഇത്രയും സംഭവങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിക്ക് താഴേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഒരു ഏത് യൂസിനും പറ്റിയ രീതിയിലൊരു ട്രൈപോഡ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ നമുക്ക് മോണോപോഡ് കിട്ടും ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് ഏകദേശം 2.5 കിലോ ആണ് വെയിറ്റ് വരുന്നത്. നമുക്ക് 180 സെൻറ്റിമീറ്റർ വരെ ഉയർത്താൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു സാധാരണ ഒരു വില കുറഞ്ഞ ട്രൈപോഡൊക്കെ വാങ്ങുകയാണെങ്കിൽ ഉയരമില്ലാതെ കിട്ടും. പക്ഷേ എനിക്കൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റിയിരിക്കും. പക്ഷേ സുഹൈലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ പോയിട്ട് ഇങ്ങനെ താഴ്ന്നിട്ട് നോക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഹൈറ്റുള്ള ഒരു ട്രൈപോഡ് തന്നെയാണ് വരുന്നത്. ഇതിൽ ഒരുപാട് ഹൈറ്റ് കൂട്ടാനുണ്ട്. ഇവിടുത്തെ ഒരു നേച്ചർ വെച്ചിട്ട് ഞാൻ ഹൈറ്റ് കുറച്ചെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വളരെ പെട്ടെന്നാണ് സ്റ്റുഡിയോയിലെത്തിയത്. കാരണം ആ പുഴയിൽ നമ്മൾ നിന്നപ്പോൾ അവിടെ ഇറങ്ങാൻ പാടില്ലാത്തൊരു ഏരിയയാണ്. മേ ബി അപകടമുള്ള സ്ഥലമായിരിക്കാം, അതല്ലെങ്കിൽ ആ പുഴയിൽ പലയിടത്തും എന്തൊക്കെയാണ് മുതലുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എന്താ അറിയില്ല. എന്തായാലും പോലീസ് അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. അപ്പോൾ തെറി കേൾക്കണ്ടെന്ന് വിചാരിച്ച് നേരെ പാക്ക് ചെയ്ത് പോന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് വാൻഗാർഡിൻ്റെ VEO 3+ എന്ന് പറഞ്ഞ 263 സീരീസിലുള്ള ട്രൈപോഡുകളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ട്രൈപോഡായിട്ടുള്ള 263AP എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ നോക്കിയത്. നമുക്ക് നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് പാൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഹെഡാണ്. പിന്നെ ഇതിൻ്റെ ഞാൻ ഒരു ക്വാളിറ്റി പറഞ്ഞത് നന്നായിട്ട് ഇതിൻ്റെ സെൻട്രൽ കോളം എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതും നമുക്കൊരു പാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കണ്ടു നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇത് ലോക്ക് ചെയ്യാൻ പറ്റും. ഏത് പൊസിഷനിലും നമുക്ക് ഈ ലോക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കിയല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചു. ക്യാമറ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഒരു മറ്റ് കമ്പനിയുടെ ട്രൈപോഡാണ് നമുക്ക് ഇത്രയും സ്മൂത്തായിട്ട് പാൻ ചെയ്യാൻ പറ്റിയ രീതിയിലല്ല സെൻട്രൽ കോളം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അത് സാധ്യമല്ല. ഇതിലാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ നമ്മളെടുത്ത് ഈ പാൻ ഹെഡല്ല ഒരു ക്യാമറക്കുള്ള ബോൾ ഹെഡ് ആണെങ്കിലും നമുക്ക് ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് പാൻ ചെയ്യാൻ പറ്റും. കണ്ടോ, സ്മൂത്തായിട്ട് നമുക്ക് പാൻ ചെയ്യാൻ പറ്റും. ഈ ഒരു കോളത്തിൻ്റെ ലോക്കും കൂടി ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മേലേക്കും താഴേക്കൊക്കെ മൂവ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിൽ നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കണ്ടോ, വളരെ നല്ല രീതിയിലുള്ള പാനിങ് ഒക്കെ നമുക്ക് ഇതുകൊണ്ട് എടുക്കാൻ പറ്റും. അതുപോലെ ക്യാമറ താഴേക്ക് പിടിച്ച് നമുക്ക് പ്രൊഡക്റ്റ് ഷൂട്ടോ ഫുഡൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് എടുക്കാൻ പറ്റിയ രീതി തന്നെയാണ് ഇതിൻ്റെ നിർമ്മിതി. അപ്പോൾ ഇനി ഇതിന് നമുക്ക് അടുത്തൊരു വെർഷൻ ഉണ്ട്, 263AB എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. അതിൻ്റെ ഡിഫറൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് പാൻ ഹെഡാണ്, നമുക്ക് വീഡിയോക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാൻ ചെയ്ത് ഉപയോഗിക്കാം. ഓക്കെ, 263AB വരുന്നത് ഇതിന് മുമ്പ് കാണിച്ച ട്രൈപോഡ് പോലെ തന്നെ നമുക്ക് ഈ സെൻട്രൽ കോളം മാറ്റിയിട്ടും നന്നായിട്ടും പൊക്കിയിട്ടും സൈഡിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിന് വരുന്നത് ബോൾ ഹെഡാണ്. ഈ ബോൾ ഹെഡ് നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കിതിനെ 180 നമുക്ക് താഴ്ത്താൻ പറ്റും. അതുപോലെ ഈ ബോൾ ഹെഡിൻ്റെ മേൽഭാഗത്തും സൈഡിലൊക്കെ നമുക്ക് സ്പിരിറ്റ് ലെവൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്പിരിറ്റ് ലെവൽ ഇതിൻ്റെ സൈഡിലും മുകളിലൊക്കെ സ്പിരിറ്റ് ലെവൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭൂമിക്ക് തിരശ്ചീനമായിട്ടാണ് കറക്റ്റായിട്ടാണ് നിൽക്കുന്നതൊക്കെ സ്പിരിറ്റ് ലെവൽ നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ബോൾ ഹെഡ് വരുന്നത്. അതിലും നല്ല ക്വാളിറ്റി ഉണ്ട്. ബോൾ ഹെഡിൽ നമുക്ക് പാൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും, വിഷയമൊന്നുമില്ല. കാരണം അതിൻ്റെ നമ്പറുകളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നന്നായിട്ട് പാൻ ചെയ്തിട്ട് തന്നെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, മറ്റ് ട്രൈപോഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ പൊക്കിയിട്ട് വേണം നമുക്ക് ഈ ലെഗുകൾ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് വേണം ലെഗുകൾ എക്സ്പാൻഡ് ചെയ്യാൻ. അടുത്തത് എക്സ്പാൻഡ് ചെയ്യാൻ വീണ്ടും പൊക്കി പിടിച്ചിട്ട് ചെയ്യണം. ഇതാകുമ്പോൾ നമുക്കിവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് പ്രസ് ചെയ്യാനൊരു ബട്ടൺ വരുന്നുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ താഴെ നിന്ന് എടുക്കുന്ന ലോങ്ങിലൊക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ലെഗുകൾ നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ, പ്രത്യേകിച്ച് ഒരു വാട്ടർഫാളൊക്കെ ഉണ്ടാകുമ്പോൾ ക്യാമറ വീണ് പോകാതെ നല്ല എന്താ പറയുക കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ സ്റ്റെബിലിറ്റിയോട് കൂടി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പലപ്പോഴും ഈ ലെഗുകൾ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ലെഗുകളൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഗുണം കൂടെ ഇതിനുണ്ട്. പിന്നെ വരുന്ന ബാഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കണ്ടോ, വാൻഗാർഡിൻ്റെ ബ്രാൻഡിങ് ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ള ബാഗ് തന്നെയാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു, അതായത് ഇപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ ഇപ്പോൾ നമ്മൾ
ഒരു ക്വാളിറ്റി ഇല്ലാത്ത കവറാണെങ്കിൽ നമ്മൾ ട്രൈപോഡ് ഇട്ടിട്ട് നമ്മൾ ബാക്കിൽ നമ്മൾ ഇട്ടിട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ട്രൈപോഡ് നമ്മൾ പുറത്തൊക്കെ കുത്തിയിട്ടുള്ളൊരു പെയിൻ ഉണ്ടാവും കുറച്ച് ദൂരമൊക്കെ നടന്നു പോകുകയാണെങ്കിൽ. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളത്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ മറ്റ് ആക്സസറീസ്, ട്രൈപോഡിന് വരുന്ന പ്ലേറ്റ്, അതുപോലെ നമുക്ക് ഇതിൻ്റെ താഴെയുള്ള റബ്ബർ മാറ്റിയിട്ട് അതും കൂടെ നല്ലൊരു ഓപ്ഷനാണ്. ഇതിൽ നമുക്ക് കുറച്ച് സ്ക്രൂകൾ വരുന്നുണ്ട്. ഈ സ്ക്രൂകൾ നമുക്ക് ഈ ലെഗിൻ്റെ താഴെയുള്ള റബ്ബറുകൾ മാറ്റിയിട്ട്, ലെഗിനിപ്പോൾ സാധാരണ നമുക്ക് റബ്ബറാണ് വരിക, അത് മാറ്റിയിട്ട് നമുക്ക് ഈ സ്ക്രൂ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സ്കിപ്പായി പോണ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഈ സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും മണ്ണിൽ ഉറച്ചിട്ട് അല്ലെങ്കിൽ തറയിൽ ഉറച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ ഒരു പോയിൻറ്റ് സ്ക്രൂ കണ്ടോ, സ്ക്രൂ പോലത്തെയാണ് വരുന്നത്, അത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതും കൂടെ നമുക്ക് ഉപകാരപ്പെട്ട ഒരു സംഭവമാണ്. ഇതുപോലത്തെ ഒരു 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 എന്താ പറയുക, ഒരു ഹാങ് ചെയ്യാൻ പറ്റിയ ഹുക്ക് വരുന്നുണ്ട്. അത് നമ്മൾ എവിടെ അറ്റാച്ച് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ താഴെയാണ് നമുക്ക് ഈ ഹുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു വിൻഡി ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് സ്ലോ ഷട്ടറിലോ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഫോട്ടോ സ്ലോ ഷട്ടറിൽ, നമ്മളിപ്പോൾ ഒരു വാട്ടർഫാളൊക്കെ എടുക്കുന്ന സമയത്ത് സ്ലോ ഷട്ടറിൽ എടുക്കുമ്പോൾ ക്യാമറ അങ്ങനെ വിൻഡി ആയിട്ടാണെങ്കിൽ ഇളക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിലിവിടെ നമുക്ക് ഒരു വെയിറ്റ് തൂക്കി കൊടുക്കാം. നമുക്ക് നമ്മളെ ക്യാമറ ബാഗ് നമുക്ക് ഹാങ് ചെയ്യാം, അല്ലെങ്കിൽ വെയിറ്റുള്ള എന്തെങ്കിലും സാധനം തൂക്കി കൊടുത്താൽ കൂടുതൽ സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ട് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. അതിനുള്ള ഒരു ക്ലിപ്പും കൂടെ വരുന്നുണ്ട്. അപ്പോൾ 2 ട്രൈപോഡാണ് കാണിച്ചത്. ഒന്ന് 263 AP, അത് പാൻഹാർഡ് ആയിരുന്നു, വീഡിയോക്ക് സ്പെഷ്യലായിട്ടുള്ള. ഇതെനിക്ക് തോന്നുന്നത് ഫോട്ടോക്കാണ് നല്ലത്, ഫോട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പാൻ ചെയ്തുകൊണ്ടിരിക്കില്ലല്ലോ, ഒരു ഫിക്സ് ആയിട്ടൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതിന് മുകളിൽ വെച്ചിട്ട് വീഡിയോ യൂസ് ചെയ്യാം. ബട്ട് ഇത് ഫോട്ടോഗ്രാഫിക്കാണ് ഏറ്റവും ഈ ബോൾ ഹെഡ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് ആംഗിളിലും പൊസിഷനിലൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എന്താ പറയുക, ഈ ബോൾ ഹെഡ് നമുക്ക് ഉപയോഗിക്കാം. ബോൾ ഹെഡായിട്ടാണ് വരുന്നത്. പിന്നെ ക്വാളിറ്റീൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2.5 കിലോ ആണ്, 2.5 kg ആണ് നമുക്കൊരു ട്രൈപോഡ് വരുന്നത്. മൊത്തം വെയിറ്റ് വരുന്നത് 2.5 kg ആണെങ്കിലും 15 കിലോ വരെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 15 കിലോ വരെ വെയിറ്റ് എടുക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ട്രൈപോഡുകൾ വന്നിട്ടുള്ളത്. പിന്നെ ഒരു ട്രൈപോഡ് വരുന്നത് കുറച്ചും കൂടെ, പിന്നെ വരുന്നൊരു ട്രൈപോഡ് 263 CB എന്ന് പറയുന്ന നമ്പറിൽ വരുന്ന ട്രൈപോഡാണ്. ഈ ട്രൈപോഡിലും നമുക്ക് ഹെഡ് വരുന്നത് ബോൾ ഹെഡാണ്, ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള ബോൾ ഹെഡാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 1/2 കിലോ കൂടെ വെയിറ്റ് കുറവാണ്, 2 കിലോ ഉണ്ടാവുള്ളൂ ഏകദേശം. ഇത് ഫൈബർ കാർബൺ, അതായത് കാർബൺ ഫൈബറിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ആ ഫിനിഷിങ്ങും ഒക്കെ ഒരു ക്ലാസിക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംഭവമാണ്. വേണ്ട, കാർബൺ ഫൈബറിൽ നല്ല മെറ്റീരിയലാണ് വരുന്നത്. മറ്റേ അലൂമിനിയത്തിലാണ് വന്നത്, ഇത് കാർബൺ ഫൈബറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് 1/2 കിലോ കൂടെ കുറക്കാൻ പറ്റും. ഇതും നമുക്ക് 15 കിലോ വരെ, ഇപ്പോൾ ഞാൻ താഴെ മുട്ടിയിട്ടുണ്ട്, 15 കിലോ വരെ നമുക്ക് ഇതിൽ വെയിറ്റ് എടുക്കാം. കണ്ടോ, ഏകദേശം 180 സെൻറ്റിമീറ്റർ, 179-180 സെൻറ്റിമീറ്റർ വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എത്ര ഹൈറ്റുള്ള ആളാണെങ്കിലും സുഖമായിട്ട് നമുക്ക് ക്യാമറയിൽ നോക്കാനും അതുപോലെ ഒരു മോളിൽ നിന്നൊരു ഷോട്ട് എടുക്കാനൊക്കെ പറ്റിയ രീതിയിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇതും ബോൾ ഹെഡാണ് വരുന്നത്, കാർബൺ ഫൈബറിൽ. കുറച്ചും കൂടി ക്വാളിറ്റി, അതായത് ഈ ട്രൈപോഡുകളൊക്കെ 20,000-ൻ്റെയും 26,000-ൻ്റെ ഇടയിലാണ് വരുന്നത്, വിത്ത് ഹെഡ് അടക്കം. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ട്രൈപോഡിന് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ട്രൈപോഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ കൂടെ കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ മറ്റ് ട്രൈപോഡിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ കാർബൺ ഫൈബറിൻ്റെ ട്രൈപോഡിൻ്റെയും മറ്റേ ട്രൈപോഡിനെ പോലെ തന്നെ നമുക്ക് ഈ കാർബൺ ഫൈബറിൻ്റെ ട്രൈപോഡ് നമുക്ക് മോണോപോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരിടത്തിന് മോണോപോഡാക്കാം. ഇതിന് മുകളിൽ നമുക്ക് ഇനി ഫോട്ടോഗ്രാഫി ഹെഡ് വെക്കണമെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ നേരിട്ടിട്ട് നമുക്കൊരു ക്യാമറയ്ക്കോ അല്ല അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് സ്ക്രൂക്കൊക്കെ കണക്ട് ചെയ്യണ പോലെ നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും. ആ രീതിയിൽ നമുക്ക് ഈ മോണോപോഡ് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ കാട്ടുകൂടിയൊക്കെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ അഴിച്ചിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സേഫ്റ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയായിരിക്കാം, എനിക്കറിയില്ല. വാൻഗാർഡിൻ്റെ 3 ട്രൈപോഡുകൾ 263 സീരീസിലുള്ള 3 വാൻഗാർഡ് VEO 3+ ട്രൈപോഡുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ട്രൈപോഡ് ഏതാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 263 ബോൾ ഹെഡിലാണോ പാൻ ഹെഡിലതാണോ അതല്ലെങ്കിൽ കാർബൺ ഫൈബറാണോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കൂടുതൽ ട്രൈപോഡിനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ അതും അറിയിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ നമ്മുടെ വ്ളോഗേഴ്സിൻ്റെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, ലൈറ്റിംഗ് ക്ലാസ്സുകളൊക്കെ പലയിടത്തും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ വെന്യൂകൾ നിങ്ങൾ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ അറിയിക്കാം. മിർഫക്കിൻ്റെ ഒരു മൈക്ക് നമ്മൾ ഗീവ് അവേ വെച്ചിരുന്നു.
തിരുവനന്തപുരത്തുള്ള സന്തോഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിനാണ് അത് ലഭിച്ചിട്ടുള്ളത്. വീണ്ടും ഇർഫേക്കിൻ്റെ ഒരു ലാപ്പൽ മൈക്കും കൂടെ വരുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടും. അതും ഗീവ് അവേ ആയിട്ട് സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.